ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തട്ടെ. ഹദീസിൽ കാണാം, നോമ്പുകാർക്ക് ആരാണ് വെള്ളം കൊടുക്കുന്നത്? നോമ്പ് നോറ്റ ആളുടെ വിശപ്പ് ആരാണ് ഭക്ഷണം കൊടുത്ത് മാറ്റാൻ ശ്രമിക്കുന്നത്? സഖാഹുല്ലാഹു മിൻ ഹൗലി, തങ്ങളെ വാക്കാണ്. അവർക്ക് എൻ്റെ ഹൗദുൽ കൗസറിൽ നിന്ന് അള്ളാഹു കൊടുപ്പിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ നോമ്പുകാലത്ത് മുതഅല്ലിമീങ്ങൾക്ക് നോമ്പ് തുറപ്പിക്കാൻ ഭക്ഷണം കൊടുക്കുക, വെള്ളം കൊടുക്കുക, ഫ്രൂട്ട്സ് കൊടുക്കുക, ഇതൊക്കെ വലിയ തൗഫീഖാണ്. ഞാൻ ഇന്നലെ നമ്മളെ ബിശ്റുല്ലാഫി ഉസ്താദിന്റെ സ്റ്റാറ്റസ് ആണെന്നുണ്ട്, നമ്മുടെ ജാമിയ ഖാസിമിയയിലെ മുതഅല്ലിമീങ്ങളെ നോമ്പ് തുറപ്പിക്കുന്നതിലേക്ക് സഹായിക്കാൻ അവസരമുണ്ട്, മുഹിബ്ബീങ്ങൾ അത് നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്ററുണ്ട്. അൽഹംദുലില്ലാഹ്, നമ്മളെ നാട്ടുകാരും വേണ്ടപ്പെട്ടവരും മുതഅല്ലിമീങ്ങളെ സ്നേഹിക്കുകയും അവരെ നോമ്പ് തുറപ്പിക്കുകയും ചെയ്യുന്നതിൽ വലിയ ഉത്സാഹമുള്ളവരാണ്. അള്ളാഹു നിലനിർത്തി തരട്ടെ. അപ്പൊ ഇനി കുറഞ്ഞ ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ, കുറഞ്ഞ ആൾക്കാരൊക്കെ ചിലപ്പോ അതിൽ സഹായിച്ചിട്ടുണ്ടാകും. ആ അവസരം കൂടി നിങ്ങളെല്ലാവരും ഉപയോഗപ്പെടുത്തണം. മുതഅല്ലിമീങ്ങൾക്ക് നോമ്പുകാലത്തല്ലെങ്കിലും സഹായിക്കാന്നുള്ള വലിയ പോരിശുള്ള കാര്യമാണ്. അപ്പൊ നോമ്പുകാലത്ത് ഇൽമു പഠിക്കുന്ന മക്കൾക്ക് ഇഫ്താർ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രതിഫലം ഇരട്ടിയാണ് എന്ന് സന്ദർഭോചിതമായി ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. നോമ്പുകാർക്കാരാണ് വെള്ളം കൊടുക്കുന്നത്, ഭക്ഷണം കൊടുക്കുന്നത്? അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ ഹൗദുൽ കൗസറിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാർക്ക് ആരാണ് ഭക്ഷണം കൊടുക്കുന്നത്? അവർക്ക് നാളെ അർശിന്റെ തണൽ അല്ലാഹു കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.